ലോഗോസ് ക്വിസ് കമ്പാനിയൻ. വിശുദ്ധ ലൂക്ക ആമുഖവും 17-18 അധ്യായങ്ങളുമാണ് ഇത്തവണ. ഒന്നാമത്തെ ചോദ്യം, വിശുദ്ധ ലൂക്ക സുവിശേഷകൻ ജനിച്ചത് എവിടെ? ഓപ്ഷൻ എ റോമിൽ, ഓപ്ഷൻ ബി അന്ത്യോക്യായിൽ, ഓപ്ഷൻ സി ഗലീലിയായിൽ. ഉത്തരം അന്ത്യോക്യായിൽ. രണ്ടാമത്തെ ചോദ്യം, യേശു തൻ്റെ രക്ഷാകര പദ്ധതി ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻ എ സ്നാനം നൽകിക്കൊണ്ട്, ഓപ്ഷൻ ബി വിജാതിയരുടെ ഗലീലിയായിൽ പഠിപ്പിച്ചുകൊണ്ട്, ഓപ്ഷൻ സി വചനം പ്രസംഗിച്ചുകൊണ്ട്. ഉത്തരം വിജാതിയരുടെ ഗലീലിയായിൽ പഠിപ്പിച്ചുകൊണ്ട്. മൂന്നാമത്തെ ചോദ്യം, ആരുടെ സുവിശേഷത്തിൽ നിന്ന് വ്യത്യസ്തമായ ബാല്യകാല വിവരണമാണ് ലൂക്കാ സുവിശേഷത്തിൽ ഉള്ളത്? ഓപ്ഷൻ എ മത്തായിയുടെ, ഓപ്ഷൻ ബി യോഹന്നാൻ്റെ, ഓപ്ഷൻ സി മാർക്കോസിൻ്റെ. ഉത്തരം മത്തായിയുടെ. നാലാമത്തെ ചോദ്യം, അപ്പസ്തോല പ്രവർത്തനങ്ങൾ എന്ന ഗ്രന്ഥരചയിതാവ് ആര്? ഓപ്ഷൻ എ വിശുദ്ധ മാർക്കോസ്, ഓപ്ഷൻ ബി സുവിശേഷകനായ ലൂക്ക, ഓപ്ഷൻ സി വിശുദ്ധ മത്തായി. ഉത്തരം സുവിശേഷകനായ ലൂക്ക. അഞ്ചാമത്തെ ചോദ്യം, ലൂക്ക 17-ാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളാണുള്ളത്? ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3. ഉത്തരം 3. ആറാമത്തെ ചോദ്യം, ആർക്ക് ദുഷ്പ്രേരണ നൽകുന്നതിനെ പറ്റിയാണ് ഈശോ പറഞ്ഞത്? ഓപ്ഷൻ എ അയൽക്കാരന്, ഓപ്ഷൻ ബി ഈ ചെറിയവരിൽ ഒരുവന്, ഓപ്ഷൻ സി സഹോദരന്. ഉത്തരം ഈ ചെറിയവരിൽ ഒരുവന്. ഏഴാമത്തെ ചോദ്യം, കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ് നല്ലത്, എന്തു ചെയ്യുന്നതിനേക്കാൾ നല്ലത്? ഓപ്ഷൻ എ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ, ഓപ്ഷൻ ബി സഹോദരനെ വെറുക്കുന്നതിനേക്കാൾ, ഓപ്ഷൻ സി അന്യനെ ശപിക്കുന്നതിനേക്കാൾ. ഉത്തരം ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ. എട്ടാമത്തെ ചോദ്യം, നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ എന്തു ചെയ്യണമെന്നാണ് വചനം പറയുന്നത്? ഓപ്ഷൻ എ തെറ്റ് തിരുത്തുക, ഓപ്ഷൻ ബി ശിക്ഷിക്കുക, ഓപ്ഷൻ സി ശാസിക്കുക. ഉത്തരം ശാസിക്കുക. ഒൻപതാമത്തെ ചോദ്യം, സഹോദരൻ നിനക്കെതിരെ എത്ര തവണ പാപം ചെയ്താലെന്നാണ് വിശുദ്ധ ലൂക്ക 17:4 കാണുന്നത്? ഓപ്ഷൻ എ 1 പ്രാവശ്യം, ഓപ്ഷൻ ബി 1000 തവണ, ഓപ്ഷൻ സി ദിവസത്തിൽ 7 പ്രാവശ്യം. ഉത്തരം ദിവസത്തിൽ 7 പ്രാവശ്യം. പത്താമത്തെ ചോദ്യം, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പറഞ്ഞത് ആര്? ഓപ്ഷൻ എ ജനങ്ങൾ, ഓപ്ഷൻ ബി സദുക്കായർ, ഓപ്ഷൻ സി അപ്പസ്തോലന്മാർ. ഉത്തരം അപ്പസ്തോലന്മാർ. 11ാമത്തെ ചോദ്യം, കൽപ്പിക്കപ്പെട്ടത് ചെയ്ത ദാസനോട് നിങ്ങൾ നന്ദി പറയുമോ? ആര് ആരോട് ചോദിച്ചു? ഓപ്ഷൻ എ യേശു ഫരിസേയരോട്, ഓപ്ഷൻ ബി യേശു അപ്പസ്തോലന്മാരോട്, ഓപ്ഷൻ സി യേശു അടുത്തു നിൽക്കുന്നവരോട്. ഉത്തരം യേശു അപ്പസ്തോലന്മാരോട്. 12ാമത്തെ ചോദ്യം, കൽപ്പിക്കപ്പെട്ടതെല്ലാം ചെയ്ത ശേഷം ഞങ്ങൾ എന്തു നിർവഹിച്ചതേയുള്ളൂ എന്ന് പറയണം? ഓപ്ഷൻ എ കർത്തവ്യം, ഓപ്ഷൻ ബി കടമ, ഓപ്ഷൻ സി ഉത്തരവാദിത്വം. ഉത്തരം കടമ. 13ാമത്തെ ചോദ്യം, ജെറുസലേമിലേക്കുള്ള യാത്രയിൽ യേശു കടന്നുപോയ സ്ഥലം? ഓപ്ഷൻ എ കേസറിയ ഫിലിപ്പി, ഓപ്ഷൻ ബി സമരിയായ്ക്കും ഗലീലിക്കും മധ്യേ, ഓപ്ഷൻ സി ജെറീക്കോയിലൂടെ. ഉത്തരം സമരിയായ്ക്കും ഗലീലിക്കും മധ്യേ. 14ാമത്തെ ചോദ്യം, കുഷ്ഠരോഗികൾ അകലെ നിൽക്കണമെന്ന് രേഖപ്പെടുത്തിയ പഴയ നിയമഭാഗം ഏത്? ഓപ്ഷൻ എ ലേവ്യർ 13:45 മുതൽ 46 വരെ വാക്യങ്ങൾ, ഓപ്ഷൻ ബി ലേവ്യർ 10:11 മുതൽ 12 വരെ വാക്യങ്ങൾ, ഓപ്ഷൻ സി ലേവ്യർ
9, 1 മുതൽ 2 വരെ വാക്യങ്ങൾ. ഉത്തരം ലേവ്യർ 13, 45 മുതൽ 46 വരെ വാക്യങ്ങൾ. 15-ാമത്തെ ചോദ്യം, കുഷ്ഠരോഗികൾ യേശുവിനോട് അപേക്ഷിച്ചത് എന്ത്? ഓപ്ഷൻ എ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ എന്ന്. ഓപ്ഷൻ ബി, ഞങ്ങളിൽ കനിയണമേ എന്ന്. ഓപ്ഷൻ സി, ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന്. ഉത്തരം ഞങ്ങളിൽ കനിയണമേ എന്ന്. 16-ാമത്തെ ചോദ്യം, കുഷ്ഠരോഗികൾ സുഖപ്പെട്ടത് എപ്പോൾ? ഓപ്ഷൻ എ, പുരോഹിതനെ കാണാൻ പോകും വഴി. ഓപ്ഷൻ ബി, യേശു സ്പർശിച്ചപ്പോൾ. ഓപ്ഷൻ സി, യേശു ഒന്ന് നോക്കിയപ്പോൾ. ഉത്തരം പുരോഹിതനെ കാണാൻ പോകും വഴി. 17-ാമത്തെ ചോദ്യം, തിരിച്ചു വന്ന് നന്ദി പറഞ്ഞ കുഷ്ഠരോഗി ഏതു നാട്ടുകാരനാണ്? ഓപ്ഷൻ എ, സമരിയാക്കാരൻ. ഓപ്ഷൻ ബി, വിജാതീയൻ. ഓപ്ഷൻ സി, അയൽ നാട്ടുകാരൻ. ഉത്തരം സമരിയാക്കാരൻ. 18-ാമത്തെ ചോദ്യം, സുഖപ്പെട്ട് നന്ദി പറയാൻ എത്തിയവനെ യേശു വിശേഷിപ്പിച്ചത് എന്ത്? ഓപ്ഷൻ എ, ഈ അന്യനാട്ടുകാരൻ. ഓപ്ഷൻ ബി, ഈ വിജാതീയൻ. ഓപ്ഷൻ സി, ഈ സമരിയാക്കാരൻ. ഉത്തരം ഈ വിജാതീയൻ. 19-ാമത്തെ ചോദ്യം, ലൂക്ക 17-ാം അധ്യായത്തിലെ 3-ാം ശീർഷകം എന്ത്? ഓപ്ഷൻ എ, മനുഷ്യപുത്രൻ്റെ ആഗമനം. ഓപ്ഷൻ ബി, 10 കുഷ്ഠരോഗികൾ. ഓപ്ഷൻ സി, ശിഷ്യർക്ക് ഉപദേശങ്ങൾ. ഉത്തരം മനുഷ്യപുത്രൻ്റെ ആഗമനം. 20-ാമത്തെ ചോദ്യം, ഇതാ ഇവിടെ അതാ അവിടെ എന്ന് ആരും എന്തിനെക്കുറിച്ച് പറയുകയുമില്ല എന്നാണ് ലൂക്ക 17:21 പറയുന്നത്. ഓപ്ഷൻ എ, ദൈവരാജ്യത്തെക്കുറിച്ച്. ഓപ്ഷൻ ബി, അന്ത്യദിനത്തെക്കുറിച്ച്. ഓപ്ഷൻ സി, രക്ഷകൻ്റെ ആഗമനത്തെക്കുറിച്ച്. ഉത്തരം ദൈവരാജ്യത്തെക്കുറിച്ച്. 21-ാമത്തെ ചോദ്യം, അതാ അവിടെ ഇതാ ഇവിടെ എന്ന് അവർ എന്തിനെക്കുറിച്ച് പറയും എന്നാണ് ലൂക്ക 17:23 പറയുന്നത്. ഓപ്ഷൻ എ, ദൈവരാജ്യത്തെക്കുറിച്ച്. ഓപ്ഷൻ ബി, മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിൽ ഒന്നിനെക്കുറിച്ച്. ഓപ്ഷൻ സി, അന്ത്യദിനത്തെക്കുറിച്ച്. ഉത്തരം മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിൽ ഒന്നിനെക്കുറിച്ച്. 22-ാമത്തെ ചോദ്യം, ഈ തലമുറയാൽ ഉപേക്ഷിക്കപ്പെടുന്നതിന് മുൻപ് മനുഷ്യപുത്രൻ എന്താണ് സഹിക്കേണ്ടത്? ഓപ്ഷൻ എ, വളരെ കഷ്ടതകൾ. ഓപ്ഷൻ ബി, പീഡകൾ. ഓപ്ഷൻ സി, ഒറ്റപ്പെടുത്തൽ. ഉത്തരം വളരെ കഷ്ടതകൾ. 23-ാമത്തെ ചോദ്യം, ആരുടെ ദിവസങ്ങളിൽ സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിലും സംഭവിക്കും? ഓപ്ഷൻ എ, മോശയുടെ. ഓപ്ഷൻ ബി, നോഹയുടെ. ഓപ്ഷൻ സി, അഹറോൻ്റെ. ഉത്തരം നോഹയുടെ. 24-ാമത്തെ ചോദ്യം, ലോത്ത് സോതോമിൽ നിന്ന് ഓടിപ്പോയ ദിവസം സോതോം നിവാസികളെ നശിപ്പിച്ചത് എങ്ങനെ? ഓപ്ഷൻ എ, അഗ്നി അയച്ച്. ഓപ്ഷൻ ബി, കന്മഴ അയച്ച്. ഓപ്ഷൻ സി, സ്വർഗത്തിൽ നിന്ന് തീയും ഗന്ധകവും പെയ്ത്. ഉത്തരം സ്വർഗത്തിൽ നിന്ന് തീയും ഗന്ധകവും പെയ്ത്. 25-ാമത്തെ ചോദ്യം, ലോത്തിൻ്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് വിവരിക്കുന്ന ബൈബിൾ വാക്യം ഏത്? ഓപ്ഷൻ എ, ഉൽപ്പത്തി 19:26. ഓപ്ഷൻ ബി, ഉൽപ്പത്തി 1:26. ഓപ്ഷൻ സി, ഉൽപ്പത്തി 10:1. ഉത്തരം ഉൽപ്പത്തി 19:26. 26-ാമത്തെ ചോദ്യം, ശവം എവിടെയോ അവിടെ കഴുകന്മാർ വന്നുകൂടും. ആര് ആരോട് പറഞ്ഞു? ഓപ്ഷൻ എ, യേശു ശിഷ്യന്മാരോട്. ഓപ്ഷൻ ബി, യേശു ചുറ്റുമുള്ളവരോട്. ഓപ്ഷൻ സി, യേശു ജനങ്ങളോട്. ഉത്തരം യേശു ശിഷ്യന്മാരോട്. 27-ാമത്തെ ചോദ്യം, ലൂക്ക 18-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഈ അധ്യായം ആരംഭിക്കുന്നത് ഏത് ശീർഷകത്തോടെയാണ്? ഓപ്ഷൻ എ, വാക്യങ്ങൾ 43, ശീർഷകം ന്യായാധിപനും വിധവയും. ഓപ്ഷൻ ബി, വാക്യങ്ങൾ 35, ശീർഷകം വിധവയുടെ കാണിക്ക. ഓപ്ഷൻ സി, വാക്യങ്ങൾ 40, ശീർഷകം ഫരിസേയനും
ചുങ്കക്കാരനും. ഉത്തരം വാക്യങ്ങൾ 43. ശീർഷകം ന്യായാധിപനും വിധവയും. 28-ാമത്തെ ചോദ്യം എവിടെയുണ്ടായിരുന്ന ന്യായാധിപനെ പറ്റിയാണ് ലൂക്ക 18:2 പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ എ ഒരു ഗ്രാമത്തിൽ, ഓപ്ഷൻ ബി ഒരു ദേശത്ത്, ഓപ്ഷൻ സി ഒരു പട്ടണത്തിൽ. ഉത്തരം ഒരു പട്ടണത്തിൽ. 29-ാമത്തെ ചോദ്യം ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല എന്ന് പിന്നീട് ചിന്തിച്ചത് ആര്? ഓപ്ഷൻ എ രാജാവ്, ഓപ്ഷൻ ബി ന്യായാധിപൻ, ഓപ്ഷൻ സി ചക്രവർത്തി. ഉത്തരം ന്യായാധിപൻ. 30-ാമത്തെ ചോദ്യം ന്യായാധിപൻ വിധവയ്ക്ക് നീതി നടത്തി കൊടുത്തത് എന്തുകൊണ്ട്? ഓപ്ഷൻ എ വിധവ കരഞ്ഞ് അപേക്ഷിച്ചതുകൊണ്ട്, ഓപ്ഷൻ ബി വിധവ ശല്യപ്പെടുത്തുന്നതുകൊണ്ട്, ഓപ്ഷൻ സി വിധവ ഭീഷണിപ്പെടുത്തിയതുകൊണ്ട്. ഉത്തരം വിധവ ശല്യപ്പെടുത്തുന്നതുകൊണ്ട്. 31-ാമത്തെ ചോദ്യം ന്യായാധിപനെ നീതിരഹിതനെന്ന് വിശേഷിപ്പിച്ചത് ആര്? ഓപ്ഷൻ എ ശിഷ്യന്മാർ, ഓപ്ഷൻ ബി കർത്താവ്, ഓപ്ഷൻ സി ഫരിസേയർ. ഉത്തരം കർത്താവ്. 32-ാമത്തെ ചോദ്യം എങ്കിലും ആര് വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ഓപ്ഷൻ എ മനുഷ്യപുത്രൻ, ഓപ്ഷൻ ബി കർത്താവ്, ഓപ്ഷൻ സി വിധികർത്താവ്. ഉത്തരം മനുഷ്യപുത്രൻ. 33-ാമത്തെ ചോദ്യം തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ മറ്റുള്ളവരെ പുച്ഛിക്കുന്നവരോട് എന്ത് ഉപമയാണ് യേശു പറഞ്ഞത്? ഓപ്ഷൻ എ നല്ല ഇടയൻ്റെ ഉപമ, ഓപ്ഷൻ ബി വിധവയുടെ ഉപമ, ഓപ്ഷൻ സി ഫരിസേയനും ചുങ്കക്കാരനും എന്ന ഉപമ. ഉത്തരം ഫരിസേയനും ചുങ്കക്കാരനും എന്ന ഉപമ. 34-ാമത്തെ ചോദ്യം ഫരിസേയൻ ആഴ്ചയിൽ 2 പ്രാവശ്യം എന്തു ചെയ്യുന്നു? ഓപ്ഷൻ എ ഉപവസിക്കുന്നു, ഓപ്ഷൻ ബി പ്രാർത്ഥിക്കുന്നു, ഓപ്ഷൻ സി ദശാംശം കൊടുക്കുന്നു. ഉത്തരം ഉപവസിക്കുന്നു. 35-ാമത്തെ ചോദ്യം ചുങ്കക്കാരൻ എവിടേക്ക് കണ്ണുകളുയർത്താൻ ധൈര്യപ്പെട്ടില്ല? ഓപ്ഷൻ എ സ്വർഗത്തിലേക്ക്, ഓപ്ഷൻ ബി ബലിപീഠത്തിലേക്ക്, ഓപ്ഷൻ സി ദൈവത്തിലേക്ക്. ഉത്തരം സ്വർഗത്തിലേക്ക്. 36-ാമത്തെ ചോദ്യം തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. അധ്യായം, വാക്യം. ഓപ്ഷൻ എ ലൂക്ക 18:10, ഓപ്ഷൻ ബി ലൂക്ക 18:14, ഓപ്ഷൻ സി ലൂക്ക 18:20. ഉത്തരം ലൂക്ക 18:14. 37-ാമത്തെ ചോദ്യം ദൈവരാജ്യം ആരെപ്പോലെയുള്ളവരുടേതാണ്? ഓപ്ഷൻ എ നിഷ്കളങ്കരുടെ, ഓപ്ഷൻ ബി ശിശുക്കളെ പോലെയുള്ളവരുടെ, ഓപ്ഷൻ സി എളിമയുള്ളവരുടെ. ഉത്തരം ശിശുക്കളെ പോലെയുള്ളവരുടെ. 38-ാമത്തെ ചോദ്യം ലൂക്ക 18:18 ഒരു അധികാരി യേശുവിനെ വിശേഷിപ്പിച്ചത് എങ്ങനെ? ഓപ്ഷൻ എ നല്ലവനായ ഗുരു, ഓപ്ഷൻ ബി നീതിമാനായ ഗുരു, ഓപ്ഷൻ സി കർത്താവേ എന്ന്. ഉത്തരം നല്ലവനായ ഗുരു. 39-ാമത്തെ ചോദ്യം ആരു മാത്രമാണ് നല്ലവൻ? ഓപ്ഷൻ എ ദൈവം, ഓപ്ഷൻ ബി ഈശോ, ഓപ്ഷൻ സി കർത്താവ്. ഉത്തരം ദൈവം. 40-ാമത്തെ ചോദ്യം എത്ര പ്രമാണങ്ങൾ യേശു അധികാരിയോട് പറഞ്ഞു? ഓപ്ഷൻ എ 4, ഓപ്ഷൻ ബി 5, ഓപ്ഷൻ സി 8. ഉത്തരം 5. 41-ാമത്തെ ചോദ്യം നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്ന് യേശു പറഞ്ഞപ്പോൾ അധികാരി വ്യസനിച്ചു. കാരണം? ഓപ്ഷൻ എ അവൻ ദരിദ്രനായിരുന്നു, ഓപ്ഷൻ ബി അവൻ വലിയ ധനികനായിരുന്നു, ഓപ്ഷൻ സി അവൻ പിശുക്കനായിരുന്നു. ഉത്തരം അവൻ വലിയ ധനികനായിരുന്നു. 42-ാമത്തെ ചോദ്യം അങ്ങനെയെങ്കിൽ രക്ഷ പ്രാപിക്കാൻ ആർക്ക് കഴിയും എന്ന ചോദ്യത്തിന് യേശു നൽകിയ മറുപടി എന്ത്? ഓപ്ഷൻ എ മനുഷ്യർക്ക് ഒന്നും അസാധ്യമല്ല, ഓപ്ഷൻ ബി മനസ്സ് വെച്ചാൽ എല്ലാം സാധിക്കും, ഓപ്ഷൻ സി
മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഉത്തരം മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. 43-ാമത്തെ ചോദ്യം, സ്വന്തമായതെല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിച്ചത് ആര്? ഓപ്ഷൻ എ ജനങ്ങൾ, ഓപ്ഷൻ ബി ശിഷ്യന്മാർ, ഓപ്ഷൻ സി പത്രോസും ശിഷ്യന്മാരും. ഉത്തരം പത്രോസും ശിഷ്യന്മാരും. 44-ാമത്തെ ചോദ്യം, ലൂക്ക 18:29 പറയുന്ന ദൈവരാജ്യത്തിന് വേണ്ടി ഉപേക്ഷിക്കേണ്ടവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? വീട്, ഭാര്യ, സഹോദരന്മാർ, അയൽക്കാർ, മാതാപിതാക്കൾ, സന്താനങ്ങൾ. ഓപ്ഷൻ എ അയൽക്കാർ, ഓപ്ഷൻ ബി വീട്, ഓപ്ഷൻ സി സഹോദരന്മാർ. ഉത്തരം അയൽക്കാർ. 45-ാമത്തെ ചോദ്യം, പീഡാനുഭവം, ഉത്ഥാനം, 3-ാം പ്രവചനം യേശു ആരോട് പറഞ്ഞു? ഓപ്ഷൻ എ 12 പേരെയും അടുത്ത് വിളിച്ച്, ഓപ്ഷൻ ബി ജനങ്ങളോട്, ഓപ്ഷൻ സി തൻ്റെ ചുറ്റും കൂടിയവരോട്. ഉത്തരം 12 പേരെയും അടുത്ത് വിളിച്ച്. 46-ാമത്തെ ചോദ്യം, അന്ധന് കാഴ്ച നൽകുന്നു എന്നത് ലൂക്ക 18-ാം അധ്യായത്തിലെ എത്രാമത്തെ ശീർഷകമാണ്? ഓപ്ഷൻ എ 1-ാമത്തെ, ഓപ്ഷൻ ബി 2-ാമത്തെ, ഓപ്ഷൻ സി 6-ാമത്തെ. ഉത്തരം 6-ാമത്തെ. 47-ാമത്തെ ചോദ്യം, യേശു എവിടേക്ക് പോകുമ്പോഴാണ് ജെറീക്കോയെ സമീപിച്ചത്? ഓപ്ഷൻ എ സമരിയായിക്ക്, ഓപ്ഷൻ ബി ജെറുസലേമിലേക്ക്, ഓപ്ഷൻ സി അയൽനാട്ടിലേക്ക്. ഉത്തരം ജെറുസലേമിലേക്ക്. 48-ാമത്തെ ചോദ്യം, ലൂക്ക 18:38 കുരുടൻ യേശുവിനെ വിളിച്ചത് എന്ത്? ഓപ്ഷൻ എ കർത്താവേ, ഓപ്ഷൻ ബി പിതാവേ, ഓപ്ഷൻ സി ദാവീദിൻ്റെ പുത്രനായ യേശുവേ. ഉത്തരം ദാവീദിൻ്റെ പുത്രനായ യേശുവേ. 49-ാമത്തെ ചോദ്യം, ആര് കടന്നുപോകുന്ന ശബ്ദം കേട്ടാണ് കുരുടൻ എന്താണ് സംഭവിക്കുന്നതെന്ന് അന്വേഷിച്ചത്? ഓപ്ഷൻ എ ജനങ്ങൾ, ഓപ്ഷൻ ബി ജനക്കൂട്ടം, ഓപ്ഷൻ സി ശിഷ്യന്മാർ. ഉത്തരം ജനക്കൂട്ടം. 50-ാമത്തെ ചോദ്യം, കുരുടൻ യേശുവിനെ എങ്ങനെയെല്ലാം വിളിച്ചു? ഓപ്ഷൻ എ കർത്താവേ, ഓപ്ഷൻ ബി യേശുവേ, ഓപ്ഷൻ സി ദാവീദിൻ്റെ പുത്രനായ യേശുവേ, കർത്താവേ. ഉത്തരം ദാവീദിൻ്റെ പുത്രനായ യേശുവേ, കർത്താവേ.